അനന്തപുരി ഇന്ന് ആറ്റുകാലമ്മയുടെ തിരുമുറ്റത്താണ്. ലക്ഷക്കണക്കിന് ഭക്തലക്ഷങ്ങൾ വ്രതശുദ്ധിയോടെ ചുട്ടുപൊള്ളുന്ന വെയിലിൽ അമ്മയ്ക്ക് നിവേദ്യമൊരുക്കാൻ നഗരവീഥികളിൽ നിരന്നു കഴിഞ്ഞു. പക്ഷേ ഈ പുണ്യ നിമിഷത്തിലും ഭക്തരെ ദാഹിപ്പിച്ചു കൊല്ലാൻ ഒരു സർക്കാർ പദ്ധതി ഇടുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് കേരളത്തിലെ പിണറായി സർക്കാരാണ്, സംശയമൊന്നും വേണ്ട. തിരുവനന്തപുരം നഗരസഭയിൽ BJPയുടെ നേതൃത്വത്തിലുള്ള വികസന കുതിപ്പ് കണ്ടു നിൽക്കാൻ കഴിയാത്തവർ നടത്തുന്ന ക്രൂരമായ ദാഹജല രാഷ്ട്രീയം, അതാണ് അവിടെ നടക്കുന്നത്. കേവലം ഒരു പൈപ്പ് പൊട്ടലോ അറ്റകുറ്റപ്പണിയോ അല്ല, മറിച്ച് BJP ഭരിക്കുന്ന നഗരസഭയെ മോശക്കാരാക്കാൻ ജനങ്ങളെ ബന്ദിയാക്കുന്ന രാഷ്ട്രീയ തന്ത്രം. എന്തുകൊണ്ടാണ് രാത്രിയുടെ മറവിൽ വാട്ടർ അതോറിറ്റിയിൽ ഇടത് യൂണിയൻ ഉദ്യോഗസ്ഥർ വാൽവുകൾ പൂട്ടിയിടുന്നത്? BJP കൗൺസിലർമാരുടെ വാർഡുകളിൽ മാത്രം പ്രഷർ കുറയുന്നത് എങ്ങനെയാണ്? കേന്ദ്ര സർക്കാരിന്റെ സ്മാർട്ട് സിറ്റി അമൃത് പദ്ധതികൾ വഴി തിരുവനന്തപുരം നഗരം കൈവരിച്ച നേട്ടങ്ങൾ CPMന്റെ ഉറക്കം കെടുത്തുകയാണ്. വികസനത്തെ നേരിടാൻ കഴിയാത്തവർ ഇപ്പോൾ കുടിവെള്ളത്തെ ആയുധമാക്കുന്നു. ഡിജിറ്റൽ യുഗത്തിലും വാൽവുകൾ തിരിക്കാൻ ഉദ്യോഗസ്ഥരെ ആശ്രയിക്കുന്ന രീതി ദുരുപയോഗം ചെയ്യപ്പെടുകയാണ്. വാൽവ് റൂമുകളിൽ CCTV വേണമെന്ന മേയർ VV രാജേഷിന്റെ ആവശ്യം സർക്കാർ തള്ളിയത് കള്ളത്തരകൾ പുറത്താവുമെന്നതുകൊണ്ടാണല്ലോ. നഗരം ദാഹിക്കുമ്പോൾ പരിഹാസവുമായി വരുന്ന മന്ത്രിമാരെയാണ് നമുക്ക് കാണുന്നത്. നഗരസഭ സ്വന്തം നിലയിൽ ടാങ്കറുകൾ വെള്ളം എത്തിക്കുന്നത് മന്ത്രി V ശിവൻകുട്ടിക്ക് ഷോ ആണ്. ജനങ്ങളുടെ ദാഹം തീർക്കുന്നത് ഷോ ആണെങ്കിൽ ആ ഷോ ഇനിയും തുടരുമെന്നാണ് മേയർ പറയുന്നത്. ശബരിമലയിലും ആറ്റുകാലിലും വെള്ളം നൽകുന്നത് സർക്കാരിന്റെ ഔദാര്യമല്ല, അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. സർക്കാർ കൈമലർത്തുമ്പോൾ ഭക്തരെ കൈവിടാൻ BJP തയ്യാറല്ല. പൊങ്കാല ദിവസം ജനങ്ങൾക്ക് ആശ്വാസമേകാൻ നഗരസഭ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇപ്പോൾ പ്രവർത്തിച്ചു വരികയാണ്. വാട്ടർ അതോറിറ്റിയെ വിശ്വസിക്കാതെ നഗരസഭ സ്വന്തം നിലയിൽ ഓരോ തെരുവിലും വെള്ളം എത്തിക്കുന്നു. ആയിരക്കണക്കിന് പ്രവർത്തകർ ഭക്തർക്ക് ദാഹജലവും ഭക്ഷണവും നൽകാൻ തെരുവിലുണ്ട്. പരാതികൾ പരിഹരിക്കാൻ പ്രത്യേക കൺട്രോൾ റൂമുകളും സജ്ജമാണ്. ഭാരതീയ സംസ്കാരത്തെയും ഹിന്ദു വിശ്വാസങ്ങളെയും എന്നും പുച്ഛത്തോടെ കണ്ടിട്ടുള്ള ഇടത് സർക്കാരിന് പൊങ്കാല വെറുമൊരു ചടങ്ങ് മാത്രമായിരിക്കാം. എന്നാൽ ഇത് അനന്തപുരിയുടെ പോരാട്ടമാണ്. വികസനത്തിന് തുരങ്കം വെക്കുന്നവർക്കും ഭക്തരെ ദ്രോഹിക്കുന്നവർക്കും ജനങ്ങൾ വരും ദിവസങ്ങളിൽ എന്തായാലും മറുപടി നൽകും. എന്തായാലും ഇന്നത്തെ പൊങ്കാല ദിവസം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇടത് സർക്കാരിന്റെ കൊള്ളരുതായ്മകൾക്ക് BJP ഏൽപ്പിക്കുന്ന മഹാപ്രഹരം തന്നെയാണ്. എന്തായാലും ഈ ഒരു വിഷയത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക.